നമസ്കാരം. കോക്ടെയിലിൻ്റെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം. 5 വർഷത്തെ ഭരണത്തിൻ്റെ കുട്ടിക്കലാശം ഉമ്മൻചാണ്ടിയും സഹമന്ത്രിമാരും ആഘോഷിച്ചു. ദോഷം പറയരുതല്ലോ. ഈ 5 വർഷത്തിനിടയിൽ സർക്കാർ ആവിഷ്കരിച്ച പദ്ധതികളിൽ ഏറ്റവും മനോഹരം ഈ ആഘോഷ പരിപാടിയായിരുന്നു. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ചെറിയ ഭൂരിപക്ഷത്തിലുള്ളൊരു ഗവൺമെന്റ് ആയിരുന്നു തുടക്കം. ഈ ഗവൺമെന്റിന്റെ കാലാവധിയെക്കുറിച്ചായിരുന്നു ഈ ഗവൺമെന്റിന്റെ തുടക്കത്തിലെ പ്രധാന ചർച്ചാ വിഷയം. പരമാവധി ഞങ്ങൾക്ക് തന്ന സമയം 6 മാസമായിരുന്നു. പക്ഷേ ഞങ്ങൾ കൂട്ടായ്മയായി പരസ്പര സഹകരണത്തിൽ ജനങ്ങൾക്ക് വേണ്ടി, സ്റ്റേറ്റിന് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണമായ പിന്തുണ ലഭിച്ചു. 5 വർഷം ഞങ്ങൾക്ക് ഏറ്റവും അധികം അഭിമാനമായിട്ട് പറയാൻ സാധിക്കുന്നത് ഒരു ഉറച്ച ഗവൺമെന്റ് കേരളത്തിൽ, ഭൂരിപക്ഷം കുറഞ്ഞ ഒരു ഗവൺമെന്റ് എന്നുള്ള ചിന്ത ഒരിക്കൽ പോലും ഞങ്ങൾക്കോ, അതല്ല ഭൂരിപക്ഷം കുറഞ്ഞ ഗവൺമെന്റ് ആയതുകൊണ്ട് ഏതെങ്കിലും തീരുമാനമെടുക്കാൻ ഭയപ്പെടുന്നുവെന്ന് ജനങ്ങൾക്കോ ഒരിക്കലും തോന്നിയിട്ടില്ലാത്ത വിധത്തിൽ പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ ഏറ്റവും അഭിമാനമായിട്ട് കരുതുന്നത്. അത് UDF-ലും മന്ത്രിസഭയിലും ഉള്ള യോജിപ്പും അതോടൊപ്പം ജനങ്ങൾ നൽകിയ പിന്തുണയും ആയിരുന്നു. അതായിരുന്നു ഇതിന്റെ ഏറ്റവും വലിയ ശക്തി. മറ്റു ദിവസങ്ങളിലെല്ലാം ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിന് അവകാശം ചെയ്യണം. പക്ഷേ അതിന് മറുപടി പറയാൻ ഭരണകക്ഷിക്ക് അവകാശമില്ലേ? അത് കേൾക്കേണ്ട ഒരു മര്യാദയില്ലേ? ഒരു ദിവസവും അത് നിൽക്കത്തില്ല. നിയമസഭയിൽ ചർച്ച കൂടാതെ എല്ലാ ദിവസത്തെ പരിപാടികൾ സ്തംഭിപ്പിച്ചത് പ്രതിപക്ഷത്തിന്റെ അവരുന്നയിക്കുന്ന കാര്യങ്ങളിൽ അവർക്ക് പോലും വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. കാരണം മറുപടി കേട്ടാൽ അവർ പൂഞ്ഞാർ ഭവൻ അങ്ങനെ പെട്ടെന്നാരും മറക്കാൻ ഇടയില്ല. അതെ, സാക്ഷാൽ PC ജോർജിന്റെ അതേ പൂഞ്ഞാർ ഭവൻ തന്നെ. അവിടെ ഇപ്പോൾ പുതിയ താമസക്കാർ വന്നിട്ടുണ്ട്. BJPയുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസാണ് ഈ പുണ്യപുരാതനമായ ഗേഹം ഇപ്പോൾ. അതെന്തായാലും ജോറായി. ജയിൽ ദിനാഘോഷങ്ങളുടെ സമാപന ചടങ്ങിൽ ഒരിക്കൽ കൂടി ജയിലിലെത്തി നമ്മുടെ ആഭ്യന്തരമന്ത്രി. കേരളത്തിലെ ജയിലുകൾ പരിഷ്കരിക്കുവാനും ജയിലുകളിൽ ജീവിക്കുന്ന അന്തേവാസികളുടെ ക്ഷേമം ഉറപ്പുവരുത്താനും ഗവൺമെന്റ് ധാരാളം നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് സ്പെഷ്യൽ റൂൾസ് ഇല്ലായിരുന്നു. ഞാൻ ആഭ്യന്തരമന്ത്രിയായ ശേഷം ജയിലിനുള്ള സ്പെഷ്യൽ റൂൾസ് കൊണ്ടുവന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ജയിലിലെ അന്തേവാസികളുടെ ശമ്പളം വർദ്ധിപ്പിച്ചു, ഭക്ഷണക്രമങ്ങളിൽ ഉയർന്ന നിലവാരം കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഇവിടെയുള്ള ആളുകളുടെ വിവിധങ്ങളായ ക്ഷേമ പരിപാടികൾ നടപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും നല്ല ജയിൽ ഹെഡ്ക്വാർട്ടേഴ്സ് ഉദ്ഘാടനം ചെയ്തു. കാപ്പ തടവുകാർ, വിദേശത്തുനിന്നുള്ള തടവുകാർ, തീവ്രവാദികൾ എന്നിവരെല്ലാം പാർപ്പിക്കാൻ വേണ്ടി തൃശ്ശൂരിൽ ഹൈ സെക്യൂരിറ്റി ജയിൽ ഉദ്ഘാടനം ചെയ്ത് ആവശ്യത്തിനുള്ള സ്റ്റാഫ് നൽകി. വിവിധ ജയിലുകളുടെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു. ജയിൽ ക്ഷേമം നിലനിർത്തിയ തടവുകാരുടെ ക്ഷേമം നിലനിർത്തി. ഇവിടെ തടവുകാരായി വരുന്നവർ പിന്നീട് നല്ലവരായി സമൂഹത്തിൽ ജീവിക്കാൻ വേണ്ടി അവരെ തൊഴിൽ പരിശീലനം ഒരു മുഖ്യമായ ഇനമായി സ്വീകരിച്ചത് ഈ കാലഘട്ടത്തിലാണ്. ബ്യൂട്ടീഷ്യൻ കോഴ്സ്, ITI, അതോടൊപ്പം ITI വിവിധ കോഴ്സുകൾ ഉൾപ്പെടെയുള്ള നിരവധിയായ കോഴ്സുകൾ ഇവിടെ നമ്മളിപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അലമ്പുണ്ടാക്കാതെ മന്ത്രിയെ പൊക്കി 2 വാക്ക് സംസാരിക്കും. ഈ ജയിൽ വളപ്പിനകത്ത് അൺഇൻവൈറ്റഡ് ആയിട്ട് വിളിക്കാതെ വന്നൊരു അതിഥിയാണ് ഞാൻ. എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് ആഭ്യന്തരമന്ത്രി സാറിനെ കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഞാൻ ഉടനെ ഹബീബിനോട് ചോദിച്ച് എവിടെ കാണും. അപ്പോൾ പറഞ്ഞു ജയിലിലുണ്ട്, പെട്ടെന്ന് വന്നാൽ ഒന്ന് വളഞ്ഞു പിടിക്കാമെന്ന് വിചാരിച്ചു. കോക്ടെയിലിൻ്റെ ഈ അധ്യായം പൂർണ്ണമാകുന്നു. നമസ്കാരം.